ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നാടൻ തേങ്ങാച്ചോറും അതിലേക്ക് കോമ്പിനേഷനായി ബീഫ് കറിയുമാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെൽ ബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് റൈസ് കുക്കറിലാണ്. അപ്പോൾ അതിനു വേണ്ടി 1 കിലോ ജയാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളം വാർത്തെടുത്തതാണ്. അപ്പോൾ ഈ ജയാരിക്ക് പകരം മട്ടരി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ തേങ്ങാച്ചോറ്. അപ്പോൾ ഇനി ഇത് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 കപ്പ് തേങ്ങ ചിരകിയത് എന്ന് പറഞ്ഞാൽ 2 തേങ്ങ ചിരകിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാച്ചോറ് എന്ന് പറയുമ്പോൾ തേങ്ങ അത്യാവശ്യം വേണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊരു കപ്പ് ഉണ്ട്, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് കണ്ടതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 4 കപ്പ് അരി ആയതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇത്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് റൈസ് കുക്കറിൽ വെച്ച് കൊടുക്കാം. ജയാരി ആയതുകൊണ്ട് നല്ല വേവുള്ള അരിയാണ് ജയ, അതുകൊണ്ട് 2 മണിക്കൂർ വേണ്ടി വരും നമ്മുടെ റൈസ് ഒന്ന് കുക്കായി കിട്ടാൻ. ഇപ്പോൾ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബീഫ് കറി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാള സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചെറിയ ഉള്ളിയാണ്. അത് 100 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ വലിയ 2 വെളുത്തുള്ളി, ഒരു വലിയ ഇഞ്ചി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ സവാള വഴന്ന് വന്നിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് ബീഫ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറി ലീവ്സും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉലുവയൊക്കെ ഇട്ട് നമ്മുടെ ബീഫ് കുക്ക് ചെയ്ത് കാരണം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും ഈ ബീഫ് കറിക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല 2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ തക്കാളി വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തക്കാളി ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ തവി വെച്ചൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. തക്കാളി നന്നായി വെന്തുടഞ്ഞാലുള്ളൂ നമ്മുടെ ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. എല്ലോട് കൂടിയ ബീഫ് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം.
ബീഫ് ഇപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബീഫും മസാലകളൊക്കെ നന്നായി ഒന്ന് യോജിച്ച് വരണം. ഓരോ ബീഫ് കഷ്ണത്തിന്മേലും ഈ മസാല നന്നായി പുരണ്ടിരിക്കണം. പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബീഫ് കുക്കാവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു 6 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ബീഫൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുത്തത്. അത് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ബീഫ് കറി. അപ്പോൾ ബീഫ് കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ ബീഫ് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇനി നമുക്ക് ഈ സമയം കൊണ്ട് തേങ്ങാച്ചോറ് എന്തായി എന്ന് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ തേങ്ങാച്ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വെക്കുന്ന പോലെ തന്നെ നന്നായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ റൈസും വിട്ട് വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കൊഴുപ്പൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറ് തന്നെയാണ് തേങ്ങാച്ചോറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.